ഹായ് ഓൾ വെൽക്കം ടു മൈ ചാനൽ മാജിക് മൂൺ ടാറ്റ് റീഡിംഗ് ബൈ അമ്മു. സോ ഇന്ന് നമ്മുടെ റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എപ്പോഴും പറഞ്ഞ പോലെ ജനറൽ റീഡിംഗ് ആണ്. റെസനേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ എടുക്കാതിരിക്കുക. ജനറൽ റീഡിംഗ് ബേസ് ചെയ്ത് ആരും ആക്ഷൻ എടുക്കരുത്. അതുപോലെ തന്നെ റീഡിംഗ് കാണുമ്പോൾ പോസിറ്റീവായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ ഇന്നൊരു കർക്കിടക മാസമാണല്ലേ. കർക്കിടക നാൾ തുടങ്ങുന്ന ഡേ ആണ്. അപ്പം എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുകയാണ്. നമുക്ക് നോക്കാം നിങ്ങളുടെ പേഴ്സൻ്റെ അല്ലെങ്കിൽ റിലേഷൻഷിപ്പിൻ്റെ എന്ത് മെസ്സേജാണ് തരണം എന്ന് ആഗ്രഹിക്കുന്നത്. യൂണിവേഴ്സൽ പ്ലീസ് ഗൈഡ്. ഇവിടെ എക്സ്പ്രസ് യുവർ ലവ് എന്നുള്ളതാണ്. ഒന്നിക്ക് ഇവിടെ നിങ്ങൾ നോ കോണ്ടാക്റ്റിലായിരിക്കും, ലോങ് ഡിസ്റ്റൻസിലായിരിക്കും. നിങ്ങളുടെ സ്നേഹം അല്ലെങ്കിൽ എക്സ്പ്രസ് ചെയ്യാനുള്ള ഒരു സാഹചര്യമില്ല അല്ലെങ്കിൽ കിട്ടുന്നില്ല എന്നുള്ള രീതിയിൽ കാണിക്കുന്നുണ്ട്. ചിലപ്പോഴൊക്കെ കുറച്ച് ആൾക്കാർക്ക് ഈഗോയുടെ പേരിൽ കുറച്ച് മാറി നിൽക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ മാറ്റി വെക്കണം എന്നുള്ളതാണ്. അതായത് നമുക്ക് ആ ഒരു പേഴ്സൻ്റെ ഭാഗത്ത് തെറ്റില്ല എന്നാണെങ്കിൽ അത് മുന്നോട്ട് പോകുന്നതിലും തെറ്റൊന്നുമില്ല. പക്ഷേ നിങ്ങൾ മാത്രം എഫേർട്ട് എടുക്കുകയാണെങ്കിൽ അങ്ങനെ അങ്ങോട്ട് പോയി മിണ്ടണം എന്നുള്ള രീതിയിലല്ല പറയുന്നത്. നേരെ മറിച്ച് മ്യൂച്വൽ ആയിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ്ങിൽ പോവുകയാണെങ്കിൽ നല്ലൊരു റിലേഷൻഷിപ്പ് ആവാനുള്ള വീണ്ടും ഒരു പുതിയൊരു തുടക്കം പോലെ, അല്ലെങ്കിൽ ഒരുപാട് മിസ്അണ്ടർസ്റ്റാൻഡിങ് മാറാനുള്ള ഒരു സാധ്യത കൂടുതലാണ്. ഓക്കെ, നമുക്ക് നോക്കാം അടുത്ത മെസ്സേജസ് നിങ്ങൾക്ക് എന്താണെന്നുള്ളത്. ഇറ്റ് ഈസ് സേഫ് ഫോർ യു ടു ലവ്. പല ആൾക്കാർക്കെന്ന് പറയുന്നത് ഒരു സംശയം പോലെ, അല്ലെങ്കിൽ ഒരു സിറ്റുവേഷൻ എൻഡപ്പായിപ്പോയി, ഇനി ആ ഒരു പേഴ്സൺ അല്ലാതെ വേറൊരാൾ വേണ്ട, അല്ലെങ്കിൽ നിങ്ങൾ ഒരു ഡൗട്ട് അടിച്ച് നിൽക്കുന്ന ഒരു സാഹചര്യത്തിലായിരിക്കും ഇപ്പോൾ പോകുന്നുണ്ടാവുക. അപ്പോൾ നിങ്ങൾ പറയുകയാണ്, അല്ലെങ്കിൽ നിങ്ങളൊരു മാനിഫെസ്റ്റേഷൻ എന്നുള്ള രീതിയിൽ ഇവിടെ കാണിക്കുന്ന എന്താണെന്ന് വെച്ചാൽ ഓപ്പൺ യുവർ ഹേർട്ട്. നിങ്ങളുടെ ഹൃദയം അല്ലെങ്കിൽ വളരെയധികം അല്ലെങ്കിൽ സ്നേഹത്തിന് വേണ്ടി തുറന്നോളൂ. അല്ലെങ്കിൽ അത് അർഹിക്കുന്നവർക്ക് മാത്രമേ അത് തുറന്നു കൊടുക്കാൻ പാടുള്ളൂ. അല്ലാണ്ട് ഒരു ഓപ്പൺ ബുക്ക് പോലെ നിങ്ങൾ തുറന്നു വെച്ചാൽ, അല്ലെങ്കിൽ നെഗറ്റീവായിട്ടുള്ള ആൾക്കാർ വന്നിട്ട് അല്ലെങ്കിൽ നിങ്ങളെ വീണ്ടും ഒരു ഡൗട്ട്ഫുൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലേക്ക് വീണ്ടും ഇതാക്കും. അങ്ങനെയുള്ള രീതിയിൽ വേണ്ട. നേരെ മറിച്ച് ഇവിടെ പറയുകയാണെന്നുണ്ടെങ്കിൽ ടു ഗീവ് ആൻഡ് റിസീവ് ദ ഹയസ്റ്റ് എനർജി ഓഫ് ഓൾ എന്നുള്ളതാണ്. അതായത് നിങ്ങൾക്ക് സ്നേഹം കൊടുക്കാനും അതുപോലെ തന്നെ മേടിക്കാനും എന്നുള്ള രീതിയിലാണ് ഇവിടെ കാണിക്കുന്നത്. അത് വെച്ചാൽ ഒരു ഡൗട്ട്ഫുൾ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഒരു സംശയത്തോടെ നിൽക്കേണ്ട ആവശ്യമില്ല. ഒരു ചാപ്റ്റർ എൻഡപ്പായി പോയി എന്നുള്ള രീതിയിലുള്ള വ്യക്തികളാണെങ്കിൽ ഒരു രണ്ടാമത് ആൾ അല്ലെങ്കിൽ വേറൊരാൾ അപ്രോച്ച് ചെയ്യുമ്പം നിങ്ങൾ ആ ഒരു കണ്ണിൽ കാണുന്നുണ്ടാകാം. അപ്പോൾ അതൊക്കെ മാറ്റുക എന്നുള്ള രീതിയിലാണ് കാണിക്കുന്നത്. ഒരു ഡൗട്ടായിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നിങ്ങളെങ്കിൽ അത് മാറ്റാൻ പറയുന്നുണ്ട്. ചിലപ്പോഴൊക്കെ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാകാം ആരെങ്കിലും എന്നൊന്ന് കേട്ടിട്ടുണ്ടെങ്കിൽ, മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ എന്നുള്ളത്. അപ്പം ഒന്നിക്ക് നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഏതെങ്കിലും ഒരു സുഹൃത്തിൽ നിന്നും നിങ്ങൾക്ക് അതൊരു ഫാമിലി മെമ്പേഴ്സ് ആവാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് തോന്നുമല്ലോ ഈ ഒരു പേഴ്സൺ വളരെ വിശ്വസിക്കാൻ പറ്റും. അതില്ലെങ്കിൽ നിങ്ങൾ യൂണിവേഴ്സലിനോട് പറഞ്ഞോളൂ, അല്ലെങ്കിൽ യൂണിവേഴ്സൽ കേൾക്കാൻ തയ്യാറാണ് എന്നുള്ള രീതിയിലാണ് കാണിക്കുന്നത്. ചിലപ്പോൾ നിങ്ങളൊരു ഡൗട്ട് അടിച്ച് നിൽക്കുന്ന, അല്ലെങ്കിൽ ഈ ഒരു സാഹചര്യത്തിൽ എന്ത് ചെയ്യണം എന്നറിയാതെ നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിരിക്കാം. അപ്പോൾ നിങ്ങൾക്കൊരു സഹായം വേണമെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കുന്നതിൽ തെറ്റില്ല എന്നുള്ളതാണ്. അപ്പം നാലാമത്തെ കാർഡ് എന്ന് പറഞ്ഞാൽ ഗെറ്റിംഗ് ടു നോ ഈച്ച് അതർ. ഇപ്പോഴുള്ള സിറ്റുവേഷൻ എന്ത് തന്നെ ആയിക്കോട്ടെ, അത് നിങ്ങളെ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം അറിയാൻ വേണ്ടി സഹായിക്കും എന്നുള്ളതാണ്. മ്യൂച്വലായിട്ട് നിങ്ങളുടെ സ്നേഹം, നിങ്ങളുടെ വില, ഇതൊക്കെ മനസ്സിലാക്കാൻ സഹായിക്കുന്നു എന്നുള്ളതാണ് കാണിക്കുന്നത്. ഏത് തന്നെ സാഹചര്യത്തിലൂടെയാണെങ്കിൽ, നോ കോണ്ടാക്റ്റ് ആവട്ടെ, എന്ത് തന്നെ ആയിക്കോട്ടെ, പക്ഷെ അത് നിങ്ങളുടെ ഫ്യൂച്ചറിലേക്കുള്ള ഒരു ഗ്രോത്തായിട്ട് കണക്കാക്കുക. അതായത് ഇവിടെ നമുക്ക് ഒരു ഫസ്റ്റ് കാർഡ്, നമുക്ക് ഈ ഒരു ഡെക്കിൽ നിന്ന് കിട്ടിയത് ഒരു കാർഡാണ് ഓൾഡ് ഇഷ്യൂ എക്സ്പ്രസിങ് ഇൻ യുവർ ട്വിൻ ഫ്ലെയിം കണക്ഷൻ എന്നുള്ളതാണ്. അതായത് ചിലപ്പോഴൊക്കെ പണ്ടത്തെ കാര്യം പറഞ്ഞ ആ ഒരു പേഴ്സൺ, നിങ്ങൾ നോ കോണ്ടാക്റ്റൊക്കെ ആണെങ്കിൽ പണ്ടത്തെ കാര്യങ്ങളിൽ ആ ഒരു പേഴ്സൺ സ്റ്റക്കഡായിട്ട് നിൽക്കുന്നതാണ് കാണിക്കുന്നത്. മേ ബി നിങ്ങളാണെങ്കിലും ആ ഒരു പേഴ്സൺ വന്നാൽ ഒരു ഡൗട്ടായിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് കാണിക്കുന്നത്. എന്താണ്, എങ്ങനെ വിശ്വസിക്കാൻ പറ്റും എന്നുള്ളൊരു സാഹചര്യത്തിൽ നിൽക്കുന്നുണ്ടാകാം. പക്ഷേ എങ്ങനെ ആ ഒരു പേഴ്സൺസ് അല്ലെങ്കിൽ നിങ്ങളോട് ഇനിയിപ്പോൾ ട്രൂ ആയാലും നിങ്ങളൊരു ഡൗട്ടായിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യം, അതായത് നിങ്ങളുടെ ഇടയിലുണ്ടായിരുന്ന പണ്ടത്തെ കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ വരുന്നു, അല്ലെങ്കിൽ ആ ഒരു പേഴ്സൻ്റെ മനസ്സിൽ വരുന്നു എന്നുള്ളതാണ് കാണിക്കുന്നത്. ആ ഒരു പേഴ്സൻ്റെതിനെക്കാട്ടി കുറച്ചും കൂടി കൂടുതൽ നിങ്ങളുടെ ഇടയിലാണ് കാണിക്കുന്നത്. മിറർ സെൽഫ് എന്നുള്ളതാണ്. റിയാക്ടിങ് ടു ഈച്ച് അതർ. അതായത് നിങ്ങൾ എങ്ങനെയാണോ ആ ഒരു വ്യക്തിയോട് പെരുമാറുന്നത് അതേ രീതിയിൽ, ഇപ്പോൾ നിങ്ങൾ നോ കോണ്ടാക്റ്റ് ആണെങ്കിൽ ആ ഒരു പേഴ്സൺ നോ കോണ്ടാക്റ്റ് ആണ്. നിങ്ങൾ ഇനിയിപ്പോൾ ഈഗോ വെച്ച് നിൽക്കുകയാണെങ്കിൽ ആ ഒരു പേഴ്സൺ ഈഗോ വെച്ച് നിൽക്കുകയാണ്. നിങ്ങളുടെ ഒരു ട്വിൻ ഫ്ലെയിം കണക്ഷൻ പോലെ, അല്ലെങ്കിൽ നിങ്ങൾ എന്താണോ ചെയ്യുന്നത് അതേപോലെ ആ ഒരു പേഴ്സണും ചെയ്യാൻ ശ്രമിക്കുകയാണ്. ഇവൻ ദോ മനസ്സോടെ ആണെങ്കിൽ പോലും അങ്ങനെയാണ് ഇപ്പോഴത്തെ ഒരു എനർജി പ്രകാരം കാണിക്കുന്നത്. ഓക്കെ, വി വാണ്ട് ദ തേർഡ് കാർഡ്. വി ഗോട്ട് 2 കാർഡ്. എന്തായാലും എടുക്കാം.
കണക്ട് വിത്ത് മ്യൂസിക്. നിങ്ങളുടെ റിലേഷന് മ്യൂസിക്കുമായിട്ട് എന്തെങ്കിലും ഒരു തരത്തിലുള്ള ബന്ധം ഉണ്ടാവും. അല്ലെങ്കിൽ ചില പാട്ടുകൾ കേൾക്കുമ്പോൾ നിങ്ങൾ പാടിക്കൊടുത്തതോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഓരോ പാട്ടുകൾ കേൾക്കുമ്പോഴും ആ ഒരു പേഴ്സൺ നിങ്ങളെ ഓർക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ ആൻസേഴ്സ് അറൈവിങ്. ചില കാര്യങ്ങൾ നിങ്ങൾ യൂണിവേഴ്സലിനോട് പല കാര്യങ്ങളും ചോദിച്ചിട്ടുണ്ടാകാം. ഇതുവരെ ഒരു ക്ലാരിറ്റി കിട്ടിയിട്ടില്ല, ഒരു ഉത്തരം കിട്ടിയിട്ടില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ഏതോ ഒരു ചോദ്യത്തിനുള്ള ഉത്തരം വരുന്നു എന്നുള്ളതാണ്. അത് റിലേഷൻഷിപ്പ് തന്നെ ആവണമെന്നില്ല. ഏത് തന്നെ സാഹചര്യമാണോ നിങ്ങളെ വളരെയധികം അല്ലെങ്കിൽ മനസ്സിൽ അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ഉത്തരം കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോൾ എന്താ ചെയ്യേണ്ടത് എന്നുള്ള രീതിയിൽ നിൽക്കുകയാണെങ്കിൽ അതിനൊരു ക്ലാരിറ്റി കിട്ടുന്നതായിട്ടാണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ്. പേ അറ്റൻഷൻ ടു സൈൻസ് ആണ് ബോട്ടം ഓഫ് ദ ഡെക്ക്. ഡിവൈൻ കമ്മ്യൂണിക്കേഷനാണ് നിങ്ങളുടെ ഈ ഒരു യാത്രയിൽ നിങ്ങളുടെ കൂടെ ഡിവൈൻ എനർജി ഉള്ളതായിട്ടാണ് കാണിക്കുന്നത്. ഓക്കെ, നമുക്കിനി ഫീലിങ്സിലേക്ക് കടന്നൂടെ? ആ ഒരു പേഴ്സൻ്റെ എനർജി എന്താണെന്നുള്ളത് നമുക്ക് നോക്കി നോക്കാം. യൂണിവേഴ്സൽ പ്ലീസ് ഗൈഡ്. ഓക്കെ, പേജ് ഓഫ് വൺസ് ആൻഡ് ദ 10 of cups. ഓക്കെ, the 8 of sword, 8 of cup, 8 8 2 10. ഇത് ഏതെങ്കിലും ഒരു രീതിയിൽ നിങ്ങൾക്ക് ബന്ധമുള്ളതായിട്ട് കാണിക്കുന്നുണ്ട്. ഓക്കെ, ബോട്ടം ഓഫ് ദി ഡെക്ക് എന്ന് പറയുന്നത് 5 of Pentacles ആണ്. ഓക്കെ, ഇവിടെ ആ ഒരു പേഴ്സൻ്റെ ഒരു മൈൻഡിൽ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത് ഒരു ഫാമിലി ആണ് അല്ലെങ്കിൽ ഒരു കമ്മിറ്റ്മെൻ്റ് ഉണ്ട്. ആദ്യം എന്ന് പറയുന്നത് നല്ല രീതിയിൽ അവോയ്ഡ് ചെയ്തൊരു പേഴ്സൺ ആണെങ്കിൽ പോലും ആ ഒരു പേഴ്സൺ ഒരു തീരുമാനം തെറ്റായിട്ട് എടുത്തതായിട്ട് കാണിക്കുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങളുടെ കാര്യത്തിൽ ഒരു തെറ്റായിട്ടുള്ളൊരു തീരുമാനം, ഒന്നിക്ക് നിങ്ങളെ വേണ്ടെന്ന് വെച്ചതോ അല്ലെങ്കിൽ ആ ഒരു സമയത്തെ ആ ഒരു ദേഷ്യപ്പുറത്ത് എന്താ വെച്ചാൽ ചെയ്തു എന്നുള്ള രീതിയിലൊക്കെ എടുത്ത് ചാടി ഒരു പറഞ്ഞ ഒരു സാഹചര്യം എനിക്കിവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷെ ആ ഒരു പറഞ്ഞതിൽ റിഗ്രറ്റ് ചെയ്യുകയാണ്, പറഞ്ഞ കാര്യങ്ങളിൽ റിഗ്രറ്റ് ചെയ്യുകയാണ്. കാരണം പാസ്റ്റിൽ ആ ഒരു പേഴ്സൺ വിചാരിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങളില്ലെങ്കിലും വളരെ ഹാപ്പിനെസ് ആയിരിക്കും ആ ഒരു പേഴ്സൻ്റെ ലൈഫ് എന്നുള്ളത്. അതായത് ആ ഒരു പേഴ്സൻ്റെ കാര്യങ്ങൾ നോക്കി മുന്നോട്ട് പോകുന്ന വ്യക്തികളാണെങ്കിൽ ഇപ്പോഴുള്ള സാഹചര്യങ്ങളിൽ ആ ഒരു പേഴ്സൺ ഒരു ഫാമിലി വേണം, നിങ്ങൾ വേണം. പക്ഷെ പല കാര്യങ്ങളും തേർഡ് പാർട്ടി ഉണ്ട്, സ്ട്രോങ് ആയിട്ടുണ്ട്. പക്ഷെ എന്നിരുന്നാൽ പോലും ആ ഒരു പേഴ്സൺ തേർഡ് പാർട്ടിയേക്കാൾ കൂടുതൽ പരിഗണിക്കുന്ന നിങ്ങളുടെ കാര്യങ്ങളിലേക്കാണ്, നിങ്ങളെ അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ എന്തൊക്കെ നടക്കുന്നു എന്നുള്ളത് അറിയാനാണ്. പലർക്കും ഒരു ബട്ടർഫ്ലൈ ഫെതേഴ്സ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഡിവൈൻ കമ്മ്യൂണിക്കേഷനാണ്. ഏഞ്ചൽസ് നമ്പേഴ്സ് പോലെ ഫെതേഴ്സൊക്കെ കാണുന്നുണ്ടാകാം. അതെന്ന് പറയുന്നത് ആ ഒരു പേഴ്സൺ ഒരു മിസ്സിങ് ആണ്. അതുപോലെ തന്നെ കുറച്ച് ആൾക്കാർക്ക് റിലേഷനൊന്നും ഇല്ലാത്തവർക്കാണെങ്കിൽ അതൊരു പുതിയൊരു ഓപ്പർച്യൂണിറ്റീസാണ്, ഒരു പുതിയ അവസരങ്ങളാണ് എന്നുള്ള രീതിയിലാണ് കാണിക്കുന്നത്. ഇപ്പോൾ ആ ഒരു പേഴ്സൺ എന്ന് പറയുന്നത് ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. മേ ബി കുറച്ച് ആൾക്കാർക്ക് ഒരു ഫിനാൻഷ്യൽ പരമായിട്ടുള്ള പ്രശ്നങ്ങൾ നേരിടുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. എന്തുകൊണ്ടോ ആകെ അല്ലെങ്കിൽ ഒന്നും വിചാരിച്ച പോലെ നടക്കുന്നില്ല. ആ ഒരു പേഴ്സൻ്റെ ഒരു എനർജി പ്രകാരം എല്ലാം വിചാരിച്ച പോലെ നടക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. കുറച്ച് അധ്വാനിക്കുന്ന കൂട്ടത്തിൽ തന്നെയാണ്, അത്യാവശ്യം നല്ലോണം അധ്വാനിക്കുന്ന രീതിയിലുള്ള ഒരു എനർജി കാണിക്കുന്നുണ്ട്. മേ ബി ഒക്ടോബർ, നവംബർ, സെപ്റ്റംബർ, ജനുവരി, ഈ ഒരു രീതിയിൽ ഡിസംബർ, ഓഗസ്റ്റ്, ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സിറ്റുവേഷനിലേക്ക് നിങ്ങളുടെ ബർത്ത്ഡേയോ ആ ഒരു പേഴ്സൻ്റെ ബർത്ത്ഡേയോ അല്ലെങ്കിൽ നിങ്ങൾ കണ്ടുമുട്ടുകയോ അങ്ങനെ എന്തെങ്കിലും ആവാനുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ ഇവിടെ പറയാനുണ്ടെങ്കിൽ ആ ഒരു പേഴ്സൻ്റെ തേർഡ് പാർട്ടിക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആണെങ്കിൽ ഒരു സാഹചര്യത്തിന് വേണ്ടി ഇവിടെ നിങ്ങളെ മറന്നു വെച്ച ഒരു സാഹചര്യം, അല്ലെങ്കിൽ മറന്നു വയ്ക്കുകയല്ല സ്നേഹിക്കുന്നത്. കാരണം ഉള്ളിലുള്ള സ്നേഹം അല്ല, അല്ലെങ്കിൽ അത് അവിടെ തന്നെ നിന്നോട്ടെ. കാരണം എന്ന് പറയുന്നത് നിങ്ങളെന്ന് പറയുന്നത് എപ്പോഴും ആ ഒരു വ്യക്തി ഓർക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. അത്ര പെട്ടെന്ന് മറന്നു പോകാനോ അല്ലെങ്കിൽ ആ ഒരു പേഴ്സൺ നിങ്ങൾ എന്ത് തന്നെ പറഞ്ഞാലും അല്ലെങ്കിൽ ആ ഒരു പേഴ്സൺ എന്ത് തന്നെ നിങ്ങളോട് ചെയ്താലും എപ്പോഴും നിങ്ങളെ ചുറ്റപ്പെട്ട് നടക്കണം അല്ലെങ്കിൽ ചുറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു എനർജി ആയിട്ടാണ് എനിക്കിവിടെ ഫീൽ ചെയ്യുന്നത്. തീർച്ചയായിട്ടും ഒരു ഫാമിലി എന്നുള്ള കൈൻഡ് ഓഫ് കമ്മിറ്റ്മെൻറ്റിലേക്ക് വരുന്ന സമയത്ത്, ഫാമിലിയെക്കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത് ആ ഒരു പേഴ്സണ് നിങ്ങളോട് ഒരുപാട് സ്നേഹമാണ്. നിങ്ങളും ആ ഒരു പേഴ്സണും ഉണ്ടെങ്കിൽ ഒരുപാട് സന്തോഷം ഉണ്ടാവുമായിരുന്നു. പക്ഷേ ആ ഒരു പേഴ്സൻ്റെ ആ ഒരു സമയത്തെ ആ ഒരു തേർഡ് പാർട്ടി അല്ലെങ്കിൽ തേർഡ് പാർട്ടി ഒരു പേഴ്സൺ തന്നെ അല്ലെങ്കിൽ വേറൊരു ആ ഒരു പേഴ്സൻ്റെ ഒരു അടുത്തുള്ള ആരും ആവാം. മേ ബി മദർ ആകാം, അല്ലെങ്കിൽ ഫാമിലി റിലേറ്റീവ്സ് ആകാം, അല്ലെങ്കിൽ പിന്നെ ഫ്രണ്ട്സ് ആകാം, അങ്ങനെ ആരും ആകാം, അല്ലെങ്കിൽ വേറൊരു പേഴ്സൺ ആയിട്ടും ആവാം. കുറച്ച് ആൾക്കാർക്ക് മാത്രമാണ് ഫിനാൻഷ്യൽ സിറ്റുവേഷൻ കാണിക്കുന്നത്. കാരണം ആ ഒരു ഫിനാൻഷ്യൽ സിറ്റുവേഷൻ പൈസയുടെ രീതിയിലുള്ള പ്രശ്നങ്ങൾ കൊണ്ടാണ്, അല്ലെങ്കിൽ എനിക്കൊരു ജോലി ആയിട്ടില്ല എന്നുള്ള രീതിയിലൊക്കെ കുറച്ച് ആൾക്കാർ ചിലപ്പം പറഞ്ഞിട്ട് എനിക്ക് പൈസ ആയിട്ടില്ല എന്നിട്ട് നിങ്ങളെ വരാം അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിലേക്ക് വരാം എന്നുള്ള രീതിയിൽ പറഞ്ഞാൽ പോലും ആ ഒരു പേഴ്സൺ ഒരു ഡൗട്ടാണ്, നിങ്ങളെ വേദനിപ്പിക്കേണ്ടി വരുമോ എന്നുള്ളൊരു ഡൗട്ടാണ്. അതുകൊണ്ടൊരു കമ്മിറ്റ്മെൻറ്റ് ഇവിടെ കുറേ ആൾക്കാർക്ക് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. അതായത് ഒരു റിലേഷൻഷിപ്പ്, ഒരു കമ്മ്യൂണിക്കേഷൻ, ഒരു സംസാരം എന്നുള്ള രീതിയിലേക്ക് പോകാനാണെങ്കിൽ ആ ഒരു പേഴ്സൺ ഓക്കെയാണ്. പക്ഷേ ഒരു കമ്മിറ്റ്മെൻറ്റ് എന്നുള്ള രീതിയിലേക്ക് വരുമ്പോൾ, ഒരു ഫാമിലി എന്നുള്ള രീതിയിലേക്ക് വരുമ്പോൾ ആ ഒരു പേഴ്സണ് നിങ്ങൾക്ക് ഒരു അല്ലെങ്കിൽ നിങ്ങളിൽ നിന്നും കുറച്ചൊരു ഡിസ്റ്റൻസ് വെച്ച് നിൽക്കുന്ന ഒരു സാഹചര്യം കുറച്ച് ആൾക്കാരെ സംബന്ധിച്ച് കാണിക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് തോന്നും ആ ഒരു പേഴ്സണ് നിങ്ങളോട് സ്നേഹമില്ല ഉണ്ട്,
നമുക്കിവിടെ കിട്ടുന്നത് ഏസ് ഓഫ് കപ്സ് ആണ്. ഒരുപാട് സ്നേഹമാണ്, ഒരുപാട് ഉള്ളിൽ എന്താണ് സ്നേഹം നിറഞ്ഞൊഴുകുക എന്നൊക്കെ പറയാറില്ലേ. നിങ്ങൾ ഈ ഒരു കപ്പ് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും, ഈ ഒരു കപ്പിന് ചുറ്റും എന്താണ് ഒരു ഫ്ലോ ആണ്, ഓവർഫ്ലോ ആണ്. ആ ഒരു സ്നേഹം ഒരിക്കലും എന്താണ് ഇവിടെ പീസ്, സമാധാനത്തോടെ നിൽക്കണം, അല്ലെങ്കിൽ സമാധാനത്തെ സൂചിപ്പിക്കുന്നതാണ്. അതായത് നിങ്ങളുടെ ഇടയിലുള്ള എന്ത് തന്നെ സിറ്റുവേഷൻ ആ ഒരു പേഴ്സൺ നിങ്ങളെ ഓർക്കുന്നു എന്നുള്ള രീതിയിലാണ് കാണിക്കുന്നത്. തീർച്ചയായിട്ടും ആ ഒരു പേഴ്സൺ ഒരുപാട് തേർഡ് പാർട്ടിയുടെ ഒരു എന്താണ് അവരുടെ ആ ഒരു സ്വാധീനം കൊണ്ട് ഒരുപാട്, അല്ലെങ്കിൽ നിങ്ങളിൽ നിന്ന് മുന്നോട്ട് പോകാൻ, അല്ലെങ്കിൽ നിങ്ങളില്ലെങ്കിലും കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ ഒരു ശ്രമം നടത്തിയിരുന്നു. ഇവിടെ മനസ്സിലാക്കുന്നത് എന്താണെന്ന് വെച്ചാൽ തേർഡ് പാർട്ടിയുടെ ഒരു ഇടപെടൽ കൊണ്ട് അല്ലെങ്കിൽ നിൽക്കുന്ന ഒരു റിലേഷൻ അല്ല എന്നുള്ളൊരു തിരിച്ചറിവാണ് ആ ഒരു വ്യക്തിക്ക് ഈ ഒരു ടൈം ഉള്ളത്. കാരണം സ്നേഹം ഒളിപ്പിച്ച് വെക്കുന്നു, തേർഡ് പാർട്ടിയെ കാണിക്കുന്നു, ഒരു സ്റ്റെഡ്നെസ് കാണിക്കുന്നു, ഒരു ഫാമിലി ആഗ്രഹിക്കുന്നു, ഒരു എൻജോയ്മെൻറ്റ് ആഗ്രഹിക്കുന്നു എന്നുള്ളൊരു പാറ്റേൺ ആണ്. തീർച്ചയായിട്ടും നിങ്ങളുടെ എനർജിയിലേക്ക് വരുമ്പോൾ ആ ഒരു പേഴ്സൺ നിങ്ങളോടുള്ള സ്നേഹം ഹൈഡ് ചെയ്ത് വെക്കുന്നു എന്നുള്ള രീതിയിലാണ് കാണിക്കുന്നത്. മേ ബി കുറേ ആൾക്കാർക്ക് ഇവിടെ ഒരു കമ്മ്യൂണിക്കേഷൻ കിട്ടാൻ ചാൻസ് കൂടുതലാണ്. നമുക്ക് നോക്കാം ആ ഒരു പേഴ്സണ് നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത് എന്നുള്ളത്. ഹൈ പ്രീസ്റ്റസ് ഒരു ബാലൻസ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. 4 ഓഫ് വൺസ് മേ ബി കല്യാണത്തിനോട് അടുത്തുള്ള പ്രായമുള്ളവരായിരിക്കാം നിങ്ങൾ, അല്ലെങ്കിൽ കല്യാണം കഴിച്ചതാണെങ്കിൽ പോലും ആ ഒരു പേഴ്സൺ നിങ്ങളുമായിട്ടുള്ള ആ ഒരു ലൈഫ്, അല്ലെങ്കിൽ കല്യാണം കഴിച്ച വ്യക്തികളാണെങ്കിൽ ആ ഒരു ലൈഫ് ആ ഒരു വ്യക്തി ചിന്തിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. കാരണം നിങ്ങൾ വളരെ ലവബിൾ ആയിട്ടുള്ള വ്യക്തിയാണ്. ദ ക്യൂൻ വിത്ത് കപ്പ് എന്ന് പറയുമ്പം ആ ഒരു സ്നേഹത്തെ കാണിക്കുന്നതാണ്. ഞാനിവിടെ ഒരു ജെൻഡർ പറയുന്നില്ല, കാരണം ജെൻഡർ പറഞ്ഞാൽ ഞാൻ ഓട്ടോമാറ്റിക്കായിട്ട് എൻ്റെ ജെൻഡറും വെച്ച് ഞാൻ കമ്പയർ ചെയ്യും. അതുകൊണ്ടാണ് ഞാനങ്ങനെ സ്ത്രീകളെ ഞാൻ മാത്രം അല്ലെങ്കിൽ അവരെ ഫോക്കസ് ചെയ്യുന്നു എന്നുള്ളതല്ല. സ്വാഭാവികമായിട്ട് അത് നിങ്ങൾ ഏത് ജെൻഡറിൽ പെട്ടതാണോ അത് ബേസ് ചെയ്ത് കാണാം. ഓക്കെ, അപ്പോൾ ക്യൂൻ ഓഫ് കപ്സ് എന്ന് പറയുന്നത് ഇവിടെ ഒരുപാട് സ്നേഹമാണ് കാണിക്കുന്നത്. കാരണം മുന്നേ വളരെയധികം എന്താ പറയുക, ഒരു എന്താ പറയുക, സ്നേഹം ഒളിപ്പിച്ച് വയ്ക്കുകയല്ല, വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു സ്ത്രീ കഥാപാത്രമാണ് കാണിക്കുന്നത്. മേ ബി നിങ്ങൾ ഒരു എന്താണ് വളരെയധികം വെയിറ്റ് ചെയ്തിട്ടുണ്ടാകാം, ഒരു റിസൾട്ടൊന്നും ഇല്ലാത്തതുകൊണ്ട് മൂവ് ഓൺ ചെയ്യുന്നതായിരിക്കും. കാരണം നിങ്ങൾക്ക് വേണ്ടത് ഒരു ഓൺ ആൻഡ് ഓഫ് എനർജി അല്ല, ഒരു കമ്മിറ്റ്മെൻ്റ് ആണ്. അല്ലെങ്കിൽ ആ ഒരു പേഴ്സൺ തിരിച്ചു വരികയാണെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് ഒരു ട്രാൻസ്ഫോർമേഷൻ കഴിഞ്ഞ് വരട്ടെ എന്നുള്ള രീതിയിലേക്കാണ് കാണിക്കുന്നത്. കാരണം എന്ന് പറയുന്നത് നിങ്ങളുടെ സ്നേഹം എന്ന് പറയുന്നത് ആ ഒരു പേഴ്സണ് വളരെയധികം വലുതാണ്. നിങ്ങളെന്നുള്ള വ്യക്തി ആ ഒരു പേഴ്സൺ എന്ന് പറയുന്നത് വളരെ വലുതാണ്. പക്ഷേ ചില സാഹചര്യങ്ങൾ മാത്രമാണ് ആ ഒരു പേഴ്സൺ ഇവിടെ കാണിക്കുന്നത്. കാരണം തേർഡ് പാർട്ടി അല്ലെങ്കിൽ നിങ്ങളുടെ അടുക്ക വരുന്ന സമയത്ത് ആ ഒരു പേഴ്സണെ കുറച്ച് തടുക്കുന്ന രീതിയിലുള്ള എനർജി, അഥവാ വന്നാൽ തന്നെ എന്താണ് ആ ഒരു പേഴ്സൻ്റെ മൈൻഡ് ഒരു എന്താ പറയുക, ഒരു സ്റ്റെബിലിറ്റി ഇല്ലാത്തൊരവസ്ഥ, ഒരു തീരുമാനം എടുക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിലൊക്കെ പോകുന്നുണ്ടാകാം. വളരെ ക്ഷമയോടെ പേഷ്യൻ്റായിട്ട് കാത്തു നിൽക്കുകയാണ്, വളരെ ബാലൻസ് ചെയ്ത് നിൽക്കുകയാണ് എന്നുള്ള രീതിയിലേക്കാണ് കാണിക്കുന്നത്. ഒരുപാട് സ്നേഹമുണ്ട്. വീണ്ടും വീണ്ടും ദ ക്യൂൻ വിത്ത് ലവ്, അതുപോലെ തന്നെ ക്യൂൻ വിത്ത് കപ്പ്, ഏസ് ഓഫ് കപ്സ് എന്നൊക്കെ പറയുന്ന ലവ് ആണ്, ആ ഒരു പേഴ്സൻ്റെ സ്നേഹമാണ്. ഓക്കെ, നിങ്ങൾ ആ ഒരു പേഴ്സന് കൊടുത്ത സ്നേഹമായിരിക്കാം, അല്ലെങ്കിൽ ഒന്നും നിങ്ങളെ പ്രതീക്ഷിച്ചിട്ടായിരിക്കില്ല ചിലപ്പം ആ ഒരു പേഴ്സണെ സ്നേഹിച്ചത്. കാരണം ആ ഒരു പേഴ്സൺ മാത്രം മതി, എന്ത് തന്നെ സാഹചര്യം ഉണ്ടെങ്കിലും ഇവിടെ ഒരുപാട് അവസരങ്ങൾ കൊടുത്തതായിട്ട് നിങ്ങൾ കാണിക്കുന്നുണ്ട്. ഒരിക്കലും അത് നിങ്ങൾ അല്ലെങ്കിൽ പറഞ്ഞിട്ടുണ്ടാവാം, എനിക്ക് വേറെ ഒന്നും വേണ്ട, നിങ്ങൾ മാത്രം മതി, അല്ലെങ്കിൽ അതിൻ്റെ അപ്പുറമൊന്നും ഞാനൊന്നും ആഗ്രഹിക്കുന്നില്ല എന്നുള്ളത്. എന്നിട്ട് പോലും നിങ്ങളെ മനസ്സിലാക്കി പോയിട്ടില്ല എന്നുള്ള സാഹചര്യത്തിൽ നിങ്ങൾ വളരെയധികം വിഷമത്തോടെ നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ട്. കാരണം എല്ലാത്തിൽ നിന്നും ഒരു എന്താ പറയുക, ഒരു മടുപ്പ് പോലെയൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാകും. ഒരുപാട് കരഞ്ഞ ഒരു സാഹചര്യം കാണിക്കുന്നുണ്ടാവും. ഇനി എന്താ ചെയ്യാമെന്നറിയാത്തൊരു സാഹചര്യം ആദ്യം നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടാവാം. പക്ഷേ ഇപ്പോൾ നിങ്ങളുടെ ലൈഫിൽ ഒരു ബാലൻസ് വരുന്നുണ്ട്, അല്ലെങ്കിൽ എല്ലാം തമ്മിൽ, അല്ലെങ്കിൽ ചില കാര്യങ്ങൾ നിങ്ങൾ തിരിച്ചറിയുന്നു. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങളുടെ എനർജി മാറ്റാൻ കഴിയുന്നുണ്ട് എന്നുള്ള രീതിയിലാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ ആ ഒരു പേഴ്സൺ നിങ്ങളുടെ സ്നേഹത്തെ ഓർക്കുന്നു, ഒരു ഫാമിലിയെക്കുറിച്ച് ഓർക്കുന്നു എന്നുള്ള രീതിയിലാണ് കാണിക്കുന്നത്. ഓക്കെ, ലോങ് ഡിസ്റ്റൻസ് തന്നെയാണ് ഇവിടെ കൂടുതലായിട്ടും കുറച്ച് കാണിക്കുന്നത്. ലോങ് ഡിസ്റ്റൻസ് എല്ലാവർക്കും പോസിബിൾ ആവണമെന്നുള്ള രീതിയിലല്ല പറയുന്നത്. മേ ബി കുറച്ച് ആൾക്കാരെ സംബന്ധിച്ചെന്ന് പറയുന്നത് നിങ്ങൾ ആ ഒരു വ്യക്തിയെ കണ്ടിട്ടോ അല്ലെങ്കിൽ സംസാരിച്ചിട്ടോ ഒരു കോണ്ടാക്ട് ചെയ്തിട്ടോ ഒരുപാട് നാളായിട്ടുണ്ടാവാം. അപ്പോൾ ആ ഒരു മിസ്സിങ് ആ ഒരു പേഴ്സൺ ഉണ്ട്. നിങ്ങളുടെ ഒരു കമ്മ്യൂണിക്കേഷൻ, നിങ്ങളുടെ സംസാര രീതി ആ ഒരു പേഴ്സൺ മിസ് ചെയ്യുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ ചില കാര്യങ്ങൾ, ചില തടസ്സങ്ങൾ മാറ്റിയാൽ, ആ ഒരു പേഴ്സണായിട്ട് തന്നെ മാറ്റിയാൽ ഇവിടെ ഒരു റീയൂണിയനോ അല്ലെങ്കിൽ ഇവിടെ ഒരു പുതിയൊരു തുടക്കം ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്. ഓക്കെ, നമുക്കിനി നോക്കാം ആ ഒരു പേഴ്സൺ നിങ്ങൾക്ക് വേണ്ടി ഫ്യൂച്ചറിൽ എന്തെങ്കിലും ചെയ്യാൻ തയ്യാറാണോ, അല്ലെങ്കിൽ ആക്ഷൻ എടുക്കാൻ തയ്യാറാണോ. ദ 9 ഓഫ് കപ്സ്, ദ ചാരിയറ്റ്, ദ മൂൺ കാർഡ്. ഓക്കെ,
ബോട്ടം ഓഫ് ദ ഡെക്ക് കിങ് ഓഫ് വൺസ് ആണ്. ചില ആൾക്കാരെന്ന് പറയുന്നത് ഒരു മാറ്റവും ഇല്ലാതെ നിൽക്കുകയാണ്. കാരണം എന്ന് പറയുന്നത് ആ ഒരു വ്യക്തിക്ക് അറിയില്ല അല്ലെങ്കിൽ ഒരു ബാലൻസ്, ഒരു കമ്മിറ്റ്മെൻറ്റ് എന്നുള്ള രീതിയിലേക്ക് വരുമ്പോൾ ഒരു ബാലൻസ് ഇല്ലാത്ത അവസ്ഥ, ഒരു സിറ്റുവേഷൻ എന്താ ഇതിൽ ചെയ്യേണ്ടത്, ഒരു തീരുമാനം എടുക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം, രണ്ട് മനസ്സിലായിട്ട് നിൽക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. കാരണം ഇവിടെ ഒരുപാട് ഹോപ്പ് എന്നുള്ളതിനേക്കാൾ കൂടുതലൊരു വെയിറ്റിംഗ് ആണ്. ആ ഒരു പേഴ്സൺ നിങ്ങളെ വെയിറ്റ് ചെയ്യുകയാണ്. അതുപോലെ തന്നെ ഒരുപാട് തടസ്സങ്ങളുണ്ട്. ആ ഒരു ബ്ലോക്കൊക്കെ മാറണം എന്ന് ആ ഒരു വ്യക്തി ആഗ്രഹിക്കുകയാണ്. തീർച്ചയായിട്ടും ആ ഒരു പേഴ്സണ് നിങ്ങളുടെ കാര്യം ഓർക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും എന്തൊക്കെയോ നിങ്ങളോട് ചെയ്യാൻ പറ്റാത്ത, അല്ലെങ്കിൽ നിങ്ങളെ ഹേർട്ട് ചെയ്തു, നിങ്ങളെ വിഷമിപ്പിച്ചു, നിങ്ങളെ ഒറ്റപ്പെടുത്തി എന്നുള്ളൊരു സാഹചര്യം ആ ഒരു വ്യക്തി അനുഭവിക്കുന്നുണ്ട്. കാരണം ഒരു സമയം ഇതേ രീതിയിൽ അനുഭവിച്ചതായിരുന്നു നിങ്ങൾ. അപ്പം നിങ്ങൾക്ക് ചിലപ്പം ആരോടും പറയാൻ പറ്റിയെന്ന് വരില്ല. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ഫീലിങ്സ്, നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സൊക്കെ ഒരുപാട് നിങ്ങളെ വാഞ്ചിച്ചിട്ടുണ്ടാവാം. അല്ലെങ്കിൽ വേണ്ട, നമുക്കിത് വേണ്ട എന്നുള്ള രീതിയിൽ നിങ്ങളെ വാഞ്ചിച്ചിട്ടുണ്ട്. പക്ഷേ നിങ്ങൾക്ക് ആ ഒരു വ്യക്തിയോടുള്ള സ്നേഹം വളരെ പ്യുവർ ആയതുകൊണ്ട്, വളരെയധികം ആഴത്തിലായതുകൊണ്ടായിരിക്കാം നിങ്ങൾ വീണ്ടും വീണ്ടും ആ ഒരു വ്യക്തിക്ക് അവസരം കൊടുത്തിട്ടുണ്ടാവുക. ഇവിടെ പറയുകയാണെന്നുണ്ടെങ്കിൽ കുറേ ആൾക്കാർ അവരുടെ ഈഗോ വെച്ച് നിൽക്കുകയാണ്. ഇവിടെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു വില്ലനായിട്ട് വന്നത് ഈഗോ ആണ്. അവൻ സംസാരിക്കട്ടെ അല്ലെങ്കിൽ അവൾ സംസാരിക്കട്ടെ, അവൾ സംസാരിക്കട്ടെ അല്ലെങ്കിൽ അവൻ സംസാരിക്കും. അതിൻ്റെ പേരിലൊരു ഗ്യാപ്പ് വന്നതാണ്. അതിൻ്റെ ഒരുപാട് കാര്യങ്ങൾ എന്ന് പറയുന്നത് ആ ഒരു വ്യക്തി ഒളിപ്പിച്ച് വയ്ക്കുന്നതാണ്. ഒരു മിസ്റ്ററി കാണിക്കുന്നുണ്ട്. മിസ്റ്ററി ഇൻ ദ സെൻസ് എന്ന് പറയുന്നത് എല്ലാം ഒന്നും നിങ്ങളോട് തുറന്നു പറയുന്നില്ല. അല്ലെങ്കിൽ ഈ ഒരു ആ ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് വന്നാലും ചിലപ്പോഴൊക്കെ, എല്ലാവർക്കും അല്ല, കുറച്ച് ആൾക്കാർക്ക് എല്ലാം ഒന്നും തുറന്നു പറഞ്ഞ് അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു എനർജി ഒന്നും കാണിക്കില്ല. കുറച്ച് പറയേണ്ടത് മാത്രമേ പറയുള്ളൂ എന്നുള്ള രീതിയിലാണ് കാണിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് നിങ്ങൾക്കുള്ള ഗൈഡൻസ് നോക്കാം. ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണ്? വാണ്ടറിങ് പാത്ത്. നിങ്ങൾ ചിലപ്പം ഒരു വഴി തേടി അലയുന്നുണ്ടാകാം. ആ ഒരു യാത്രയിൽ ചിലപ്പോൾ നിങ്ങൾ ഒറ്റപ്പെട്ട് നിൽക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. പക്ഷെ ആ ഒരു ഒറ്റപ്പെട്ട് നിൽക്കുന്ന ആ ഒരു യാത്രയിൽ നിങ്ങൾ യൂണിവേഴ്സിലും തമ്മിലുള്ള ഒരു ഡിസ്റ്റൻസ് ആണ് കാണിക്കുന്നത്. ഒരുപാട് ഡിസ്റ്റൻസ് അങ്ങനെയല്ല ഉദ്ദേശിക്കുന്നത്. ആ ഒരു യാത്രയിൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങളെ ഗൈഡ് ചെയ്യാൻ, നിങ്ങളെ നയിക്കാൻ യൂണിവേഴ്സലുണ്ട് എന്നുള്ളതാണ്. ചിലപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യണം, ഇവിടെ നമുക്കൊരു മാനിനെ കാണാം അല്ലേ. അപ്പോൾ ആ ഒരു മാൻ എന്തോ വളരെയധികം വളരെയധികം എന്തോ സെർച്ച് ചെയ്യുകയാണ്. അപ്പോൾ ആ ഒരു വഴിയാണ്, ഇവിടെ ഒരുപാട് വഴിയുണ്ട്. പക്ഷെ എന്താണ്, വളരെ ഒരു കുറുക്കൻ്റെ ബുദ്ധി എന്ന് പറയുമ്പോൾ ഭയങ്കര കണ്ണിങ് ആയിരിക്കും അല്ലേ. അതുപോലെ ഒരു വളരെ ബുദ്ധിപരമായിട്ട് നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു മാറ്റം വരുന്നു, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു വഴി തിരഞ്ഞെടുക്കുന്നു എന്നുള്ളതാണ്. എൻജോയ് ദ ജേർണി എന്നുള്ളതാണ് നിങ്ങൾക്കുള്ള അഡ്വൈസ്. അതായത് ഈ യാത്ര എങ്ങനെയുള്ളതാവട്ടെ, പക്ഷേ നിങ്ങൾക്ക് അതൊരു ആസ്വദിക്കാനുള്ള മനസ്സുണ്ടാവണം. ഓക്കെ, കുറച്ച് ടഫാണ്, ബട്ട് ഓക്കെ, നിങ്ങൾക്ക് പറ്റും. ഡിസ്റ്റൻറ്റ് തണ്ടർ എന്നാണ് ക്ലിയർ ദ എയർ. എന്തെങ്കിലും ഒരു നെഗറ്റീവായിട്ടുള്ള കാര്യം നിങ്ങളുടെ ലൈഫിലേക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിയുമായിട്ട് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊക്കെ മാറ്റുക, നമുക്ക് മുന്നോട്ട് പോകേണ്ടതുണ്ട് എന്നുള്ളതാണ്. അതായത് നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് ആൾക്കാർ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കണം എന്ന് വിചാരിക്കുമ്പോഴും അവിടെ ഒരു ചില കാര്യങ്ങൾ നിങ്ങളെ ഒരു തടയുന്ന ഒരു രീതിയിലുള്ള ഒരു എനർജി എനിക്കിവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾക്ക് ഡെസേർട്ട് പാസേജ് എന്നുള്ളതാണ്. ഇവിടെ ഒരു മരുഭൂമിയിൽ ഒരാൾ ഒറ്റയ്ക്ക് പോവുകയാണ്. ദ വാൻഡറിങ് പാത്ത് നോക്കുക. ഇവിടെയും എന്താണ്, ഫോക്സ് എന്താണ്, വഴി തേടുകയാണ്. ഒരാൾ ഒറ്റയ്ക്ക് പോകുന്നു, ഒരാൾ വഴി തേടുന്നു. അപ്പോൾ ട്രസ്റ്റ് ദർ ഈസ് എ ഡിവൈൻ പ്ലാൻ എന്നുള്ളതാണ്. നിങ്ങളുടെ ലൈഫിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ഡിവൈൻ പ്ലാൻ ഉണ്ട്. നിങ്ങൾക്ക് അല്ലെങ്കിൽ മോശമായിട്ടുള്ള ഒന്നും അല്ലെങ്കിൽ യൂണിവേഴ്സിൽ നിങ്ങളുടെ മുമ്പിൽ എത്തിക്കില്ല. നേരെ മറിച്ച് നിങ്ങൾക്കത് അർഹതയോടെ അല്ലെങ്കിൽ നിങ്ങൾക്കത് അർഹിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ലൈഫിലേക്ക് എങ്ങനെയാണെങ്കിലും വരും. ഇപ്പം നമ്മൾ പറയാറില്ലേ, നമുക്ക് വേണ്ടിയിട്ട് എഴുതപ്പെട്ടതാണെങ്കിൽ അത് 7 കടലും കടന്നു വരും. നേരെ മറിച്ച് നമുക്ക് വേണ്ടി വിധിച്ചതല്ലെങ്കിൽ അതെന്താണ്, മൂക്കുന്നുമ്പത്താണെങ്കിൽ പോലും അത് അല്ലെങ്കിൽ കിട്ടിക്കൊള്ളണമെന്നില്ല. അതൊക്കെ അത്രയേ ഉള്ളൂ. കാരണം അതിനേക്കാൾ മികച്ചത് ചിലപ്പോൾ ഉണ്ടാകാം. കാരണം നിങ്ങൾക്ക് നല്ലതാണെന്ന് തോന്നുന്നതൊന്നും യൂണിവേഴ്സൽ നിങ്ങളിൽ നിന്ന് എടുത്തു മാറ്റില്ല. നേരെ മറിച്ച് നിങ്ങൾ കാണാത്ത എന്തോ ഒന്ന് യൂണിവേഴ്സൽ അല്ലെങ്കിൽ ഡിവൈൻ എനർജി അത് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഗ്യാപ്പ് പലർക്കും കാണിച്ചു തരുന്നത്. അതെന്ന് പറയുന്നത് നിങ്ങൾക്ക് തീരുമാനം എടുക്കാം. കാരണം ചില കാര്യങ്ങൾ കണ്ടതും അല്ലെങ്കിൽ അറിഞ്ഞതും ഒക്കെ നിങ്ങളാണ്. അപ്പോൾ നിങ്ങളാണ് ഇവിടെ തീരുമാനം എടുക്കേണ്ടത്. അതെങ്ങനെയാണെങ്കിലും, പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും. എല്ലാവർക്കും പോസിറ്റീവായിട്ടുള്ള എന്ത് തന്നെ തീരുമാനം ഉണ്ടെങ്കിലും നിങ്ങളെയും കൂടി കൺസിഡർ ചെയ്ത് തീരുമാനമെടുക്കാൻ പറ്റട്ടെ എന്നുള്ള രീതിയിൽ ആശംസിക്കുകയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. അപ്പോൾ അടുത്ത റീഡിങ് കാണുന്നവരെ ബൈ.